നിങ്ങൾ കുക്കറിൽ ഇതുപോലൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് മുട്ടക്കറിയിലേക്ക് പോയാലോ. വേണ്ടിയിട്ട് 6 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് നന്നായിട്ട് വരയിട്ടിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ബട്ടർ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് അളവിൽ ബട്ടർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 വലിയ സവാളയും 2 തക്കാളിയും എല്ലാം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതിയേ. 3 പച്ചമുളകും ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി കട്ട് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഏകദേശം ഒരു 7-8 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ നമ്മൾ ചേർത്തിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ കുറച്ചൊന്ന് ചൂട് കുറയുമ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് അവിടെ അരച്ച് വെച്ചതിന് ശേഷം ആ ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. വീണ്ടും ഒരു പീസ് അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മസാല മുട്ടയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ മുട്ട നന്നായിട്ട് മൊരിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലപോലെ ഇതാ മസാലയൊക്കെ മുട്ടയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിയുടെ തിക്നെസ് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ഒന്നങ്ങനെ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് 1/2 കപ്പ് അളവിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാലിന് പകരം ഫ്രഷ് ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ചൂടോടെ തന്നെ മുട്ടക്കറി സെർവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബട്ടർ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിയും ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്